സ്വയം തൊഴിൽ പദ്ധതി തുടങ്ങുന്നതിന് വേണ്ടിയുള്ള പരിശീലനത്തിന് മുന്നോടിയായി ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. കായംകുളം ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ കുടുംബാംഗങ്ങളായ വനിതകൾക്കായാണ് ക്ലാസ് നടത്തിയത്. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥൻ ഡോക്ടർ രാജ് മുഹമ്മദ് ക്ലാസ് നയിച്ചു. കായംകുളം ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ കുടുംബാംഗങ്ങളായ വനിതകൾക്കായാണ് ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചത്. സ്വയം തൊഴിൽ പദ്ധതി തുടങ്ങുന്നതിന് വേണ്ടിയുള്ള പരിശീലനത്തിന് മുന്നോടിയായാണ് ക്ലാസ് നടത്തിയത്. വനിതാ വികസന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥനായ ഡോക്ടർ രാജ് മുഹമ്മദ് ക്ലാസ് നയിച്ചു. കൂടുതലും വീട്ടിലും സ്ത്രീകളെല്ലാം ജോലിക്ക് പോകുന്നു. പക്ഷേ പല സ്ത്രീകൾക്ക് എന്ത് ജോലി ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അവർക്ക് അർഹമായ ശമ്പളം കിട്ടുന്നില്ല, പ്രതിഫലം പോലും കിട്ടുന്നില്ല. നിങ്ങൾക്കറിയായിരിക്കും, നമ്മുടെ നാട്ടിൽ ധാരാളം പേരും ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, തുണിക്കടകൾ അല്ലേ, ചെറിയ ചെറിയ കടകളിൽ അവിടെയൊക്കെയാണ് നിൽക്കുന്നത്. ചിലപ്പോൾ 7,000 രൂപ 8,000 രൂപയൊക്കെ ആയിരിക്കും ശമ്പളം. ഒരു മാസം എന്ത് കിട്ടാനാണ്, എന്ത് ചെയ്യാനാണ്? പുരുഷനെ സംബന്ധിച്ച് അവിടെ വീട്ടിലായിരിക്കും. എല്ലാവരും കാര്യമല്ല ഞാൻ പറയുന്നത്, പൊതുവേ ഞങ്ങൾ കണ്ടുവരുന്നൊരു കാര്യമാണ്. അപ്പോൾ സ്ത്രീകളെ സ്വയം പര്യാപ്തത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പദ്ധതികളിലൊന്നും എല്ലാവർക്കും അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ ഈ കോർപ്പറേഷനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടോ? വനിതാ വികസന കോർപ്പറേഷൻ കേട്ടിട്ടുണ്ടോ? എന്താണെന്ന് അറിഞ്ഞുകൂടാ. വനിതാ വികസന കോർപ്പറേഷൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ വനിതാ വികസന കോർപ്പറേഷൻ എന്ന് പറയുന്നത് വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. പ്രധാനമായിട്ടും നമ്മൾ സ്വയം തൊഴിലിന് വേണ്ടിയുള്ള വായ്പയാണ് കൊടുക്കുന്നത്. അപ്പം വായ്പ നേരത്തെ മുൻകാലങ്ങളിൽ നമുക്ക് ഒരു സെക്യൂരിറ്റി ഇല്ലാതെ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ സെക്യൂരിറ്റി ഇല്ലാതെ കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്, ഒന്നും വെക്കണ്ടല്ലോ. പ്രധാനമായിട്ട് ഈ ട്രെയിനിങ്ങിന് തന്നെ വരുന്നത് എന്തിനാ? ലോൺ എടുക്കാനാണ്, പഠിക്കാനല്ല. പ്രധാനമായിട്ട് ലോൺ. അപ്പോൾ പഠിക്കുമ്പം കുറച്ച് നേരം ഇരുന്നാൽ മതിയല്ലോ. 1 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിങ്, അല്ലെങ്കിൽ 4 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ട്രെയിനിങ് കംപ്ലീറ്റ് ആവും, സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് വെച്ച് ലോണിലേക്ക് പോകാം. ഗാർമെന്റ് നിർമ്മാണം, ഫുഡ് പ്രൊഡക്ഷൻ, LED ബൾബുകൾ, ട്യൂബുകൾ, സീരിയൽ ബൾബുകൾ എന്നിവയുടെ നിർമ്മാണം, കേക്ക് നിർമ്മാണം, വിവിധതരം ഫാമുകൾ തുടങ്ങി വ്യത്യസ്തമായ തൊഴിൽ മേഖലകളെ അദ്ദേഹം വനിതകൾക്ക് പരിചയപ്പെടുത്തി. അസോസിയേഷൻ പ്രസിഡന്റ് ലിയാഖത്ത് പറമ്പി അധ്യക്ഷത വഹിച്ചു. എന്തെല്ലാം വ്യവസായങ്ങൾ, ചെറുകിട സംരംഭങ്ങൾ വനിതകൾക്ക് ആരംഭിക്കാമെന്നും അതിലെന്തൊക്കെ സഹായങ്ങളാണ് വികസന കോർപ്പറേഷൻ നിങ്ങൾക്ക് തരും എന്നതിനെക്കുറിച്ച് വിശദമായി ഇവിടെ പ്രതിപാദിക്കും. അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൻ്റെ അവതരണത്തിൻ്റെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇതുവഴി ചോദിക്കണമെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാനും അതിൻ്റെ മറുപടി പറയാനും ഒക്കെ അവസരമുണ്ടാകും. കൂടിയിരിക്കുന്ന എല്ലാ സഹോദരിമാരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജനറൽ സെക്രട്ടറി മുഹമ്മദ് സാബിർ, ഷറഫുദ്ദീൻ, ഹഫീസ്, എച്ച് കുൽസമ്മ, ബാബു കിഴക്കയ്യത്ത്, സലാഹുദ്ദീൻ, സ്നേഹ, റഫീദ ഹഫീസ്, അനീഷ ജസീൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.